വനിതാ കണ്ടക്ടർമാർക്ക് ആർത്തവാവധി അനുവദിക്കാനാവില്ലെന്ന് KSRTC. കോർപ്പറേഷന് ഇത്തരമൊരു അധിക ബാധ്യത താങ്ങാനാവില്ലെന്നും അവധി അനുവദിച്ചാൽ സർവീസുകളെ ഗുരുതരമായി ബാധിക്കുമെന്നും KSRTC ഹൈക്കോടതിയെ അറിയിച്ചു. ആർത്തവാവധി ആവശ്യപ്പെട്ടുള്ള വനിതാ ജീവനക്കാരുടെ ഹർജിയിലാണ് KSRTC നിലപാട് അറിയിച്ചത്. ടി കെ റീജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി കെ റീജിത്ത്, മറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ KSRTC ഒരു വ്യത്യസ്ത സർവീസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KSRTCക്ക് വേണ്ടിയിട്ട് MD അറിയിച്ചിരിക്കുന്നത് എന്താണ് ഹൈക്കോടതിയിൽ? അരുൺകുമാർ, 2 ദിവസത്തെ ശമ്പളത്തോടുകൂടിയുള്ള അവധി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSRTCയിലെ വനിതാ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിക്ക് മുന്നിലേക്ക് അങ്ങനെ ഒരു ഹർജി എത്തിയത്. അതിലാണിപ്പോൾ KSRTC നിലപാട് വ്യക്തമാക്കുന്നത് സത്യവാങ്മൂലത്തിലൂടെ. ഇതൊരു നടപ്പിലാക്കാൻ കഴിയുന്ന പ്രായോഗികമായ നിർദ്ദേശമല്ല, ആവശ്യമല്ല എന്ന കാര്യം സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് KSRTC. പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന നിലയുണ്ടാകും. ജീവനക്കാരുടെ ക്രമീകരണം, അതുപോലെ അല്ലെങ്കിൽ തന്നെ KSRTC നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശമ്പളവുമായി ബന്ധപ്പെട്ട്, പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ അത് നൽകാൻ കഴിയാത്ത നിലയിലേക്ക് പോലും നിൽക്കുന്ന അവസ്ഥയിൽ ഈ ജീവനക്കാരുടെ ക്രമീകരണം അടക്കമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ KSRTC ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേഷന് ഇങ്ങനെ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല. അത് അധിക ബാധ്യതയുണ്ടാക്കും. ഇത് സർവീസുകളെ ഗുരുതരമായി ബാധിക്കും. ആർത്തവാവധി അനുവദിക്കുക എന്നത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൂടുതൽ കടന്നുകൊണ്ടൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയില്ല എന്ന കാര്യം കൂടി KSRTC വ്യക്തമാക്കുകയാണ്. ആർത്തവാവധി ആവശ്യപ്പെട്ടുള്ള വനിതാ ജീവനക്കാരുടെ ഹർജിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നു. സർവീസ് ചട്ടങ്ങളിലൊന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നില്ല എന്നതുകൂടി ഈ സത്യവാങ്മൂലത്തിൽ KSRTC വ്യക്തമാക്കുന്നുണ്ട്. ശമ്പളവും പെൻഷനും ഒക്കെയുള്ള കൊടുക്കാനുള്ള പ്രതിസന്ധി, സർവീസുകൾ മുന്നോട്ട് പോകുന്നതിലുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. താങ്ക് യു. ടി കെ റീജിത്താണ് വിവരങ്ങൾ നൽകിയത്.